കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ബോഡി കത്തോലിക്ക സഭയാണെന്ന് എഴുത്തുകാരി ലിബി ഹരി. നിശബ്ദമായി പ്രവർത്തിക്കുന്ന അവരെ സംഘികളെ പോലെയോ ഇസ്ലാമിസ്റ്റുകളെ പോലെയോ അപകടകാരികളായി ആരും കാണാറുമില്ല. വെളുത്ത ഭീകരതയാണ് ഏറ്റവും വലിയ ഭീകരതയെന്നും അവർ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ പ്രതികരണങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ലിബി ഹരിയുടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വിവിധ മതവിഭാഗങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥയും മതസ്ഥാപനങ്ങളുടെ ഇടപെടലുകളും ചർച്ച ചെയ്യുന്നതാണ്. തനിക്കെതിരെ നൽകിയിട്ടുള്ള മാനനഷ്ട കേസിനെ കുറിച്ചും ലിബി പറയുന്നുണ്ട്. ടെരിസിയൻ കർമ്മലീറ്റ് കോൺവെന്റിലെ ഒരു കന്യാസ്ത്രീ നൽകിയ കേസിൽ താൻ പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും കന്യാസ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയുകയും ചെയ്തില്ലെങ്കിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നായിരുന്നു വക്കീൽ നോട്ടീസിലെ പരാമർശം. ഇതിന് തന്റേതായ രീതിയിൽ മറുപടി നൽകിയെന്ന് ലിബി പറയുന്നു. മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി പലരും മുന്നിട്ടിറങ്ങുന്ന സാഹചര്യത്തിൽ മറ്റു മതസ്ഥരായ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് ലിബി അഭിപ്രായപ്പെടുന്നു. എല്ലാ മതങ്ങളിലും യാഥാസ്ഥിതികരും പരിഷ്കരണവാദികളും നവോത്ഥാനവാദികളും ഉണ്ടെന്നും ലിബി ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്തു മതത്തെ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ഇത് മറ്റു മതവിഭാഗങ്ങളിൽ കാണാൻ കഴിയില്ലെന്നും ലിബി പറയുന്നുണ്ട്. ക്രിസ്ത്യൻ സഭയെ വിമർശിക്കുന്നവരുടെ എണ്ണം കുറവാണെന്നും അത്തരക്കാരെ സഭയുടെ ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിശബ്ദരാക്കാറുണ്ടെന്നും ലിബി പറയുന്നു. സഭയെ ധൈര്യപൂർവ്വം നേരിട്ടവരിൽ അധികവും മുൻ കന്യാസ്ത്രീകളാണെന്ന് ലിബി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കേരളത്തിലെ യുക്തിവാദ രംഗത്ത് ക്രിസ്ത്യൻ സ്ത്രീകളുടെ കുറവിനെ കുറിച്ചും ലിബി സംസാരിക്കുന്നുണ്ട്. മുസ്ലിം ഹിന്ദു പശ്ചാത്തലങ്ങളിൽ നിന്ന് ധാരാളം സ്ത്രീകൾ യുക്തിവാദത്തിലേക്ക് വരുന്നതായി കാണാമെങ്കിലും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വളരെ കുറച്ചുപേരെ മാത്രമേ കാണാൻ കഴിയൂ. ക്രിസ്ത്യൻ സഭയുടെ ശക്തമായ സാമൂഹിക സ്വാധീനവും കുടുംബാംഗങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളുമാണ് ഇതിന് പ്രധാന കാരണമായി ലിബി ചൂണ്ടിക്കാട്ടുന്നത്. മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശ വിഷയത്തിൽ പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്ന് ലിബി പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ സ്ത്രീകളുടെ അവസ്ഥ വ്യത്യസ്തമല്ലെന്നും മേരി റോയുടെ നിയമ പോരാട്ടത്തെക്കുറിച്ചും അതിനുശേഷവും ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം ലഭ്യമല്ലാത്തതിനെ കുറിച്ചും ലിബി പറയുന്നു.